സാറിന്റെ മോനെ സേവ്യർ. ഞാൻ നോക്കാം. പൂച്ചാളി പീസ് കാണിക്കല്ലേ സാറേ? സാറിനെ കാത്ത് നിൽക്കുമായിരുന്നു രണ്ട് പറയാൻ. പുലിക്കോട്ടിലച്ഛന്റെ അവിടെ നാടകം കളിക്കാൻ വേണ്ടി പോലീസ് ട്രൂപ്പിലെ കലാകാരന്മാരെ കൂട്ടി പോയ വിവരം ഞാൻ അറിഞ്ഞായിരുന്നു. ആരുടെ കണ്ണി പൊടിയിടാനോവാ? സേവിയർ? ആ സേവിയർ തന്നെ. കൊലപാതക കേസിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൂട്ടുകാരന് ചോർത്തി കൊടുത്തിട്ട് അവൻ പണി നടത്തി ഉറപ്പായതിനു ശേഷം അവിടെ ഒന്ന് പോയി പ്രതി രക്ഷപ്പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മന്ത്രിയും കാണും. പക്ഷെ പാലയിലെ തന്തയ്ക്ക് പറഞ്ഞ ആമ്പിള്ളേരെ അതിനെ കിട്ടാനാ. സേവിയർ, പബ്ലിക് റോഡാണ്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വാ. ഞാനൊരു ഓഫീസിലോട്ട് ഇല്ലുവാ. ഇയാളും അവനും കൂടെ നടത്തിയ ഇടപാട് ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ ഇവിടെ കാത്തു നിന്ന്. അവനെ കാണാനാ ഞാൻ പോകുന്നത്. അവനെയും കാണും, ആ പെങ്കുച്ചിനെയും കാണും. എന്റെ അനിയനെ കൊന്ന അപരാധി ആദ്യം ഞാനൊന്ന് ശിക്ഷിക്കട്ടെ, എന്നിട്ട് ഉയിര് ബാക്കിയുണ്ടെങ്കിൽ തനിക്കൊണ്ട് തരാം. ഇന്നെന്നാ ഡേവിഡ് സാറ് നേരിട്ട് കുര്യച്ചൻ വന്നായിരുന്നല്ലോ മീൻ മേടിയില്. കുര്യച്ചന്റെ മേടിയുടെ ഗുണം കൂടി അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന വാശിയില്ല. ഒരുത്തനെ കൊന്നുവെച്ച് ജയിലിൽ പോകുന്നതൊക്കെ നല്ലതാ. പക്ഷെ അതിവനെ പോലെ ഒരു പാഷാണത്തെ ക്രിമിയെ കൊന്നിട്ട് വേണ്ടാന്ന് വെച്ചു. എത്ര കിലോ ഉണ്ട്? 4.5 കിലോ ഉണ്ട്. 4 കൂട്ടിയാ മതി. എടുക്ക്. ഉണ്ണി എന്ന പേര് പോൾസാറിന്റെ മകൻ സേവിച്ചന്റെ ഫ്രണ്ടാണ്. ചേട്ടായി ഒന്ന് വന്നേ. സേവിച്ചൻ പുറത്ത് വണ്ടിയിലിരിപ്പുണ്ട്. സേവിച്ചൻ MC പോൾ സാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ. ഓ, ആ വഴക്കാളി ചെറുക്കൻ. അവൻ എന്നാടാ പോളിയോ ഉണ്ടോ? ഇല്ലല്ലോ. അടിച്ച് കിരിങ്ങിയിട്ടാണെങ്കിൽ അവൻ 2 കാലം നിൽക്കുന്നതും നടക്കുന്നതും എല്ലാം കണ്ടതായിരുന്നല്ലോ. നീ അവനോട് ചെന്ന് പറ, ഡേവിഡ് സാറുടെ മീൻ മേടിച്ചോണ്ട് നിൽക്കുവാൻ ഇങ്ങോട്ട് വരാം. ഇങ്ങനെയാണ് പറയണമെങ്കിൽ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ഡേവിഡേ. അങ്ങനെ ഉണ്ണിമൂരി കാലത്തെ വൈദ്യുന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നോ? അല്ല, നിയമിക്കുന്ന സ്ഥലവാ. ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ തന്തയ്ക്കും തളയ്ക്കും വിളിക്കും. അതുകൊണ്ടാ. തോളെ കയ്യും വെച്ചു. നീ ഇച്ചിരൂടെ മൂക്കണമല്ലോ ഉണ്ണുണ്ണി. ദേവിച്ചോ, ഇവൻ മതിയാവും. കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കാനും, നീ ചെറ്റപൊക്കാൻ ഇറങ്ങുമ്പോൾ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും, കമ്പം തേനി ഇറക്കിറങ്ങുമ്പോൾ കാണുന്ന പാവം തവഴന്മാരെ പൂച്ചാണ്ട് കാണിച്ച് പേടിപ്പിക്കാനും ഒക്കെ. പക്ഷെ ഇത് കോട്ടയമാടാ. ഇവിടെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ഇച്ചിരി കൂടെ മൂത്ത ഒരെണ്ണത്തിന് ഇറക്കും. സേവിച്ചു. നീ
നീ എവിടെ നിന്ന് വന്ന് ചാടി? എവിടെയെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് പൊട്ടിക്കുമ്പോഴേക്കും വന്നോളും. നിനക്കെന്താ തല്ല് മണത്ത് പിടിക്കാനുള്ള വല്ല ശേഷിയുണ്ടോ? പിന്നെ എനിക്ക് വലിയ സൂക്കടല്ലേ തല്ലി മേടിച്ചു കൂട്ടാൻ. 4 എണ്ണം കൊടുക്കുമ്പോ 3 എണ്ണം കിട്ടുന്നുണ്ടേ. പിന്നെ ഞാൻ വന്നതേ മടത്തിന്ന് അമ്മാമ്മച്ചി 16 തവണയായി ഫോൺ വിളിക്കുന്നത്. ഓവർ ആക്കല്ലേ, 16 തവണ. എന്റെ ഇച്ചായ ഞാൻ പറയുന്നത് സത്യവാ. ഇച്ചായ എന്നതും ഒരു പ്രശ്നമുണ്ട്. ഇച്ചായന്റെ മൊബൈലിന്റെ അതിവിടെ ആഫീസിൽ കാണും. അമ്മാമ്മച്ചി വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞ എന്നെ പൂര തെറിയായിരുന്നു. ഒന്ന് പോവേണ്ടി വരും. ആനിക്കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ. എങ്കി എന്നെ കൈ കിട്ടിയ തല്ലിക്കൊല്ലും. നീ ഒന്ന് പോ. അപ്പൊ എന്നെ കൊന്നേട്ടോ? നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല. 2 തല്ല് കിട്ടിയാലും അത് മേടിച്ച് ആനയും കൊണ്ട് പറഞ്ഞു വന്നേക്കണം. ടൗൺ അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം. അവളെ എങ്ങോട്ടാ കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറയാം. ആ വണ്ടിയുടെ കീങ്ങിതാ. പിന്നെ അമ്മാമ്മച്ചി ക്ലബിലോട്ട് വിളിക്കും അറ്റൻഡ് ചെയ്യുന്നു. എടാ ക്ലബ് അല്ല, ക്ലബ്, CLUB ക്ലബ്. ഓ ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം. ആ കീങ് തന്നെ ഈ വണ്ടിയിലുണ്ട്. ഓ സർ. ആ യെസ്. ഹലോ, രാജഗോപാൽ സാറല്ലേ? ക്ലബിൽ നിന്ന് കുര്യച്ചനാ. സത്യമാണോടാ? കന്യാസ്ത്രീ മഠമാണ് സാർ. അതെ, പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റ് ആയാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും. ഞാൻ വിളിച്ചു പറയാം സാർ. ഉവ്വ. ഓക്കെ. ജോണി, സർ. താൻ ആ DGPയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളി. ഞാൻ നേരിട്ട് വിളിച്ച് അനുവാദം മേടിക്കണമെന്ന് ആചാര്യ സാർ പറയണത്. പറഞ്ഞേക്കാം. കിട്ടിയോ? എൻഗേജ്ഡ് ആണ് സർ. ഓ, ഒന്ന് വേഗം വിളിക്കടോ. ഫോൺ അടിക്കുന്നു. അബൂബക്കറ, രാജഗോപാലിന്റെ. ഹലോ, റിംഗുണ്ട് സർ. ഇങ്ങതാ സാർ. ഹലോ. ഇൻഫർമേഷൻ സോളിഡാണ്. ഡേവിഡിന്റെ കസിനാണ് അവിടുത്തെ മദർ സുപ്പീരിയർ. യെസ് സാർ, ഐ ആം ഓൺ മൈ വേ. പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും കൊടുക്കില്ല. യെസ് സാർ, താങ്ക് യു സാർ. പണിയാണ് ചെയ്ത. ഇനി സൂനൊന്ന് വിളിക്കും. ഓ, പരിധിക്ക് പുറത്ത്. ഇവൻ പോയാലും ചെയ്തേ മടത്തി പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടെ പൊക്കിയിരിക്കണം. അണ്ണാ സുഖു. എന്തൊക്കെയാ? എടാ, രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നേര്യമംഗലത്തൊന്ന് നിർത്തിക്കോ. അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്ത് വിട്ടാൽ മതി. സ്ട്രൈറ്റ് റൂട്ട് മാറി മാറി അവനൊന്ന് വട്ടം കിടക്കും. ഒരു കാരണവശാലും പിടികൊടുക്കരുത്. ഏറ്റു ചായ. DKയുടെ വണ്ടി. അബൂബക്കർ, അവനെ പിടിക്കണം. ഒന്ന് വേഗം വിടറോ. എടോ ഒന്ന് വേഗം. സർ, അതിനെ പിടിക്കാൻ ഈ അംബാസഡറോ? താൻ സൈഡാക്കി ഒതുക്ക്. എടോ ഒതുക്കാൻ. ഒന്ന് ഇത്രോ വേണം. മണ കുണാന്ന് പറഞ്ഞു മാറിയിരിക്കേ. സർ,
സർ ആ എന്നതാ സാറേ? വണ്ടിയിൽ ഡേവിഡ് ഇല്ല സർ. ഇല്ലേ? ഡേവിഡിനെ കാണണമെങ്കിൽ മേലോട്ട് നോക്കണോ? ദേ പറന്നു വരുന്നു. അവൻ ആ പെണ്ണിനെ പൊക്കി പറക്കുന്നത് കണ്ടോളൂ. അണ്ണോ, എന്നാടാ? റബ്ബർ തോട്ടത്തിൽ മരുന്നടിക്കാൻ മാത്രമല്ല, ഇതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വൈകിട്ട് ക്ലബിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ, ടേക്ക് കെയർ.